ഉപദ്രവിക്കാതെ മാതൃകാപരമായ ഒരു കല്യാണത്തിനാണ് ജയന്തി നഗറിലെ രാഗവീട് സാക്ഷിയായത്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനർനിർമ്മിച്ച വസ്തുക്കൾ കൊണ്ടായിരുന്നു നമിതയുടെയും മുംബൈ സ്വദേശിയായ അവിനാഷിന്റെയും വിവാഹം. ടൈലറിംഗ് വേസ്റ്റ് കൊണ്ട് എംബ്രോയിഡറി ചെയ്യിച്ച കോട്ടൺ കേരള സാരിയാണ് നമിത കല്യാണത്തിനണിഞ്ഞത്. അവിനാഷ് അണിഞ്ഞതാകട്ടെ അമ്മയുടെ സാരികളിൽ തയ്ച്ചെടുത്ത കുർത്തയും. കുരുത്തോല, പഴയ സാരികൾ, മെടഞ്ഞ ഓല, നാട്ടുപൂക്കൾ എന്നിവ കൊണ്ടാണ് ഓഡിറ്റോറിയം അലങ്കരിച്ചത്. മൃഗങ്ങളോടുള്ള ക്രൂവൽറ്റി ഫ്രീ സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു മേക്കപ്പ്. വധൂവരന്മാർ വീഗൻ രീതിയിൽ ജീവിക്കുന്നവരായതിനാൽ അത്തരം ഭക്ഷണമാണ് അതിഥികൾക്കും നൽകിയത്. ഭക്ഷണാവശിഷ്ടം ഓഡിറ്റോറിയത്തിലെ ബയോഗ്ലാസിലെ പ്ലാന്റിലേക്കും നൽകി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP ചേരുന്നുണ്ട് തത്സമയം. അഖില, ഒരിക്കലും അതൊന്നും കണ്ടാൽ പറയുകയില്ല അതൊക്കെ പഴയ സാധനങ്ങളാണ് എന്ന്. എല്ലാം ഗംഭീരമായി അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മാതൃകയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കല്യാണം എന്ന് തന്നെ പറയാമല്ലേ? അതെ ഹിമ, നമ്മളിവിടെ ഏറ്റവും ആദ്യം അഭിനന്ദിക്കേണ്ടത് വധൂവരന്മാരെയാണ്. നമിതയും അവിനാഷിനെയാണ്. ഇത്തരത്തിലൊരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇത്ര ലളിതമാക്കാനും മാലിന്യം ഒന്നുമില്ലാതെ കല്യാണം നടത്തണം എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെയാണ് നമ്മൾ ഏറ്റവും ആദ്യം അഭിനന്ദിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാലിന്യങ്ങളൊന്നുമില്ല, അത് പ്ലാസ്റ്റിക് ആയാലും ജൈവ മാലിന്യമായാലും അതൊന്നുമില്ലാതെ ഒരു കല്യാണം നടത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പുനർനിർമ്മിച്ച വസ്തുക്കളിൽ നിന്നാണ് അവിടെയുള്ള ഇപ്പോൾ കല്യാണ മണ്ഡപം അലങ്കരിച്ചതായാലും അവരുടെ കല്യാണക്കത്തായാലും അവർ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളായാലും ഇപ്പോൾ അമ്മൂമ്മയുടെയൊക്കെ പഴയ സാരി ഉപയോഗിച്ചിട്ടാണ് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ തയ്പ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൈലറിംഗ് വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ നമിതയുടെ ബ്ലൗസ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്രയും ലളിതമായി അത്രയും ഒരു മാലിന്യമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതൊരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ വെറൈറ്റി എല്ലാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന കുപ്പി ഗ്ലാസുകളിലും പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയ സ്ട്രോയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർ രണ്ടുപേരും നമിതയും അവിനാഷും ഇത്തരത്തിൽ വീഗൻ ഭക്ഷണ രീതി പിന്തുടരുന്നവരാണ്. അപ്പോൾ അതിഥികൾക്കും അതേ വീഗൻ രീതിയിലുള്ള ഭക്ഷണമാണ് അവർ വിളമ്പിയിരുന്നത്. അപ്പോൾ ഈ തൈരിന് പകരം പീനട്ട് തൈരും ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പായസമാണ് അതിഥികൾക്ക് വിളമ്പിയിരുന്നത്. അപ്പോൾ ഏറ്റവും ലളിതമായി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആദ്യം അഭിനന്ദിക്കേണ്ടതും ഈ കല്യാണത്തിൻ്റെ ഒരു മൊത്തം എന്താ പറയുക അഭിനന്ദനവും അവർക്കാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. കാരണം ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം വേസ്റ്റ് വരും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ വിവാഹങ്ങൾ കഴിഞ്ഞാലും അതേ കുറേ പ്ലാസ്റ്റിക് ഗ്ലാസുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഒക്കെ കൊണ്ട് നിറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയും ഒരു കല്യാണം നടത്താം, പ്രകൃതിക്ക് ഒരു രീതിയിലും ദോഷം ഉണ്ടാക്കാതെ എന്ന് കാണിച്ചു തന്ന അവിനാഷിനും നമിതയ്ക്കും എല്ലാവിധ ആശംസകളും.